കേരളത്തിലെ അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട 20 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അണക്കെട്ടുകളും അവ നിർമ്മിച്ചിരിക്കുന്ന നദികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി പീരുമേട്. രണ്ടാമത്തെ ചോദ്യം, മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഓപ്ഷൻ സി പെരിയാർ. മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്ത വർഷം ഏതാണ്? മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്ത വർഷം ഏതാണ്? ഓപ്ഷൻ എ 1895 മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്തത്. മുല്ലപ്പെരിയാറിന്റെ പണി തുടങ്ങിയ വർഷം 1887 കാര്യവും മനസ്സിലാക്കി വെക്കുക. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഓപ്ഷൻ ബി വിശാഖം തിരുനാൾ. അഞ്ചാമത്തെ ചോദ്യം, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി ജലനിരപ്പ് എത്രയാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി ജലനിരപ്പ് എത്രയാണ്? ഓപ്ഷൻ ഡി 142 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി ജലനിരപ്പ്. ആറാമത്തെ ചോദ്യം, ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? ഓപ്ഷൻ എ വാഴത്തോപ്പ്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം ഏത്? ഏഴാമത്തെ ചോദ്യമാണ്, ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി കാനഡ. എട്ടാമത്തെ ചോദ്യം, ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവ് ആര്? ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവ് ആര്? ഓപ്ഷൻ ഡി കൊലുമ്പൻ മൂപ്പൻ. ഇടുക്കി പവർ സ്റ്റേഷന്റെ സ്ഥാപക ശേഷി എത്രയാണ്? ഇടുക്കി പവർ സ്റ്റേഷന്റെ സ്ഥാപക ശേഷിയാണ് ഓപ്ഷൻ ബി 780 മെഗാവാട്ട്. കേരളത്തിലെ ഒന്നാമത്തേതും ഏഷ്യയിലെ രണ്ടാമത്തേതുമായ എർത്ത് ഡാം ഏതാണ്? ഓപ്ഷൻ സി ബാണാസുര സാഗർ. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ബാണാസുര സാഗർ ഡാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്. 12ാമത്തെ ചോദ്യം, കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി മലമ്പുഴ ഗാർഡൻ ആണ്. ഓപ്ഷൻ സി മലമ്പുഴ ഗാർഡൻ. കേരളത്തിലെ ആദ്യത്തെ ഫാന്റസി പാർക്ക് സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഫാന്റസി പാർക്ക് സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഓപ്ഷൻ സി മലമ്പുഴ. 14ാമത്തെ ചോദ്യം, തെന്മല ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ എ കല്ലട. പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത്? പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി തെന്മല ഡാമിനെയാണ് പരപ്പാർ ഡാം എന്ന് അറിയപ്പെടുന്നത്. കേരള രൂപീകരണത്തിന് ശേഷം നിലവിൽ വന്ന ആദ്യ ഡാം താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? കേരള രൂപീകരണത്തിന് ശേഷം നിലവിൽ വന്ന ആദ്യ ഡാം താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി പീച്ചി. വാഴാനി വന്യജീവി സംരക്ഷണ കേന്ദ്രം താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് ഡാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഴാനി വന്യജീവി സംരക്ഷണ കേന്ദ്രം താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് ഡാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ഓപ്ഷൻ സി പീച്ചി ഡാം. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രം ഏത് ഡാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി നെയ്യാർ. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രമായ സ്റ്റീവ് ഇർവിൻ പാർക്കിന്റെ പുതിയ പേരെന്ത്? കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രമായ സ്റ്റീവ് ഇർവിൻ പാർക്കിന്റെ പുതിയ പേരെന്ത്? ഓപ്ഷൻ എ അഗസ്ത്യ ക്രോക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ എന്നാണ് സ്റ്റീവ് ഇർവിൻ പാർക്കിന്റെ പുതിയ പേര്. നെയ്യാർ ഡാം പണികഴിപ്പിച്ച വർഷമേത്? നെയ്യാർ ഡാം പണികഴിപ്പിച്ച വർഷമേതാണ്? ഓപ്ഷൻ സി 1958 നെയ്യാർ ഡാം പണികഴിപ്പിച്ചത്. ഇനി നമുക്ക് അണക്കെട്ടുകളും അവ നിർമ്മിച്ചിരിക്കുന്ന നദികളും നോക്കാം. പെരിയാർ നദിയിലുള്ള ഡാമുകളാണ് ഇനി പറയുന്നത്. മുല്ലപ്പെരിയാർ, മാട്ടുപ്പെട്ടി, ഇടമലയാർ, ചെറുതോണി, ഭൂതത്താൻകെട്ട്. മുല്ലപ്പെരിയാർ, മാട്ടുപ്പെട്ടി, ഇടമലയാർ, ചെറുതോണി, ഭൂതത്താൻകെട്ട്. പമ്പയിലുള്ളതാണ് കക്കി ഡാം, ശബരി ഡാം. പമ്പയിലുള്ളതാണ് കക്കി ഡാമും ശബരി ഡാമും. മണലി പീച്ചി ഡാമാണ് ഉള്ളത്. മണലി നദിയിലുള്ളത് പീച്ചി ഡാമാണ്. കല്ലട തെന്മല ഡാമാണ് ഉള്ളത്. കല്ലടയിലുള്ളത് തെന്മല ഡാമാണ്. കുറ്റ്യാടി കക്കയം ഡാമാണുള്ളത്. കുറ്റ്യാടിയിൽ കക്കയം ഡാമാണുള്ളത്. കബനിയിൽ ബാണാസുരസാഗർ ഡാമാണുള്ളത്. കബനി നദിയിൽ ബാണാസുരസാഗർ ഡാമാണ് ഉള്ളത്. വളപട്ടണം പുഴയിൽ പഴശ്ശി ഡാമാണ് ഉള്ളത്. വളപട്ടണം പുഴയിലുള്ളതാണ് പഴശ്ശി ഡാം. കരമനയാറിൽ വരുന്നത് അരുവിക്കര ഡാമാണ്. കരമനയാറിൽ വരുന്നത് അരുവിക്കര ഡാമാണ്.